പ്രിയമുള്ള തേനീച്ച കർഷകരെ, ജോസിയൻ ഗ്രീൻ വ്ലോഗ് സ്വാഗതം. ഇന്ന് തേനീച്ച കൃഷിയെപ്പറ്റിയാണ് പറയുന്നത്. ഡിസംബർ ആയി എന്നാലും മഴയൊക്കെയാണ്, ഭയങ്കര മഴയായിരുന്നു. മഴ ഇന്നലെ കൊണ്ടൊക്കെ ഒന്ന് അവസാനിച്ചു. ഇപ്പോൾ നല്ല തണുപ്പാണ്. നമ്മൾ തേനീച്ചക്കൂടിന് മുകളിലൊരു ഓടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഓട് വെച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓട് വെക്കുന്നത്. പക്ഷേ ഈ ഓട് ഉയർത്തുമ്പോൾ ചില ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ നമ്മൾ കാണാറുണ്ട്. അത് കർഷകർക്ക് വളരെ അപകടം വരുത്തുന്നതാണ്. നമ്മൾ ഓടിന് പകരം പ്ലാസ്റ്റിക് കെട്ടിയാൽ മതി. ഓട് ഒത്തിരി ആൾക്കാർ ഓട് വെക്കുന്നുണ്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി. പ്ലാസ്റ്റിക് വെച്ച ശേഷം ഓട് വെക്കാതിരുന്നാൽ മതി. ഓട് വെക്കുമ്പോൾ ഓടിൻ്റെ അടിയിൽ പാമ്പ് കയറിയിരിക്കാറുണ്ട്. അങ്ങനെ ഒരു പാമ്പ് ഇവിടെ കയറിയിരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ഇത് സൂക്ഷിക്കണം. ഞാൻ ഇവർക്ക് ഫീഡിങ് കൊടുക്കാൻ പോവുമായിരുന്നു. ഫീഡിങ് കൊടുത്തപ്പോൾ ഈ ഓട് ഉയർത്തിയപ്പോഴാണ് നമ്മൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ കാണുന്നത്. അത് നമ്മളെ കടിക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തേനീച്ച കർഷകർ പ്രത്യേകം സൂക്ഷിക്കുന്നുണ്ടോ. ഇതിന് ഞാൻ ഓട് മാറ്റി. ഓടിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ടോ, ഒരു മുഴുത്ത മോതിരവളയനാണ്. ഈ മോതിരവളയൻ നമ്മളെ കടിച്ചാൽ നമ്മൾ തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടോ, ഇതിനെ നമ്മൾ നീക്കം ചെയ്യുകയാണ് ഇവിടുന്ന്. അത് നീക്കം ചെയ്തതിൽ നമ്മളെ ഇതിന് കടിക്കും. ഇവിടുന്ന് ഈ പറമ്പിൽ നമ്മൾ ഓടിച്ചു വിടുകയാണ്. അല്ലെങ്കിൽ നമ്മളെ വീണ്ടും കടിക്കുന്നുണ്ട്. ഇതാണ് ഒരു മുഴുത്ത പാമ്പാണ്. അത് നമ്മളെ ശല്യം ചെയ്യും. അതുകൊണ്ട് കർഷകർ സൂക്ഷിക്കുക. ഓടൊക്കെ വെക്കുമ്പോൾ സൂക്ഷിച്ചേ പൊക്കാവുള്ളൂ. അല്ലെങ്കിൽ പാമ്പ് കടി ഏൽക്കും. മാരകമായ വിഷമുള്ളതാണ്.